രാഹുൽ ഗാന്ധിക്ക് നേരെ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ് ബി. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ബി. വരവ്. ബി. നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയാണ് ഡൽഹി ഹൈക്കോടതിയെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി സമീപിച്ചത്. യുകെയിൽ 2023 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാക്കോപ്സ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർമാരിലും സെക്രട്ടറിമാരിലും ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും ആരോപിച്ച് 2019 സുബ്രഹ്മണ്യം സ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. ബാക്കോപ്സ് ലിമിറ്റഡിന്റെ വാർഷിക റിട്ടേണുകളിൽ ഒന്നിൽ രാഹുൽ ഗാന്ധിയെ ബ്രിട്ടീഷ് പൗരനായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2005 ഒക്ടോബർ 10-നും 2006 ഒക്ടോബർ 31-നും സമർപ്പിച്ച വാർഷിക റിട്ടേണുകളിലും 2009 ഫെബ്രുവരി 17-ന് ബാക്കോപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്നാണ് സ്വാമി ആരോപിക്കുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം അനുച്ഛേദത്തിന്റെയും 1955-ലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്ന് സുബ്രഹ്മണ്യം സ്വാമി ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2019 ഏപ്രിൽ 29-ന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ഇക്കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും ആവശ്യപ്പെട്ടിരുന്നു. കത്ത് നൽകി 5 വർഷം കഴിഞ്ഞിട്ടും വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തതയില്ലെന്നാരോപിച്ചാണ് സുബ്രഹ്മണ്യം സ്വാമി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല ബ്രിട്ടീഷ് പൗരനാണെന്ന് കാട്ടി റായ്ബറേലിയിൽ നിന്ന് MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ട വിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായി മുൻപ് അലഹാബാദ് ഹൈക്കോടതിയിൽ കർണാടക സ്വദേശിയായ വിഘ്നേഷ് ശിശിർ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചതും ശ്രദ്ധേയമായിരുന്നു. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നും അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. വിദേശ പൗരത്വം സംബന്ധിച്ച ആഭ്യന്തര കാര്യങ്ങൾ തീർപ്പാക്കുന്നതുവരെ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് ലോക്സഭാ സ്പീക്കർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ബ്രിട്ടനിലെ MS ബാക്കോപ്സ് ലിമിറ്റഡിന്റെ ഡയറക്ടറായിരുന്നു രാഹുൽ ഗാന്ധിയെന്നും കമ്പനി രേഖകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം നേടിയ ദിവസം അദ്ദേഹം ഇന്ത്യയിലെ പൗരത്വം അവസാനിപ്പിച്ചു. 2003, 2006-ന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പൗരത്വം നേടിയത്. അതിനാൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം അത് തന്നെ സമർപ്പിക്കണമെന്നും പൊതുതാൽപര്യ ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ അത് ചെയ്യുന്നതിനു പകരം അദ്ദേഹം സ്വയം ഇന്ത്യൻ പൗരനാണെന്ന് അവകാശപ്പെടുകയാണ് ചെയ്തത്. ഇത് പൗരത്വ നിയമത്തിന്റെ 9-ാം വകുപ്പ് പ്രകാരം തെറ്റാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഇരട്ട പൗരത്വം പരിഹരിക്കുന്നത് വരെ 2019-ലെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഹർജിയൊന്നും ആരും ചെവികൊണ്ടില്ല. ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. മാത്രമല്ല കോൺഗ്രസിൽ പ്രധാനമന്ത്രിയാകാൻ പവറുള്ള ഒരു നേതാവായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിനാൽ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന നിലപാടിലാണ് രാഹുലും കൂട്ടരും.